ഇന്നത്തെ വീഡിയോ ഒരു വാഹനം ഓവർ ഹീറ്റായാൽ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. 4-5 കാരണങ്ങൾ കൊണ്ട് ഒരു വാഹനം ഓവർ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് റേഡിയേറ്റർ ഫാനിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ റേഡിയേറ്റർ ഫാൻ കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ഓവർ ഹീറ്റ് കാണിക്കും. അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേറ്ററിൻ്റെ ഇവിടെയാണ് റേഡിയേറ്റർ ഉള്ളത്. റേഡിയേറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് ഫാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇതാണ് റേഡിയേറ്റർ ഫാൻ എന്നുള്ളത്. അപ്പോൾ റേഡിയേറ്റർ ഫാൻ വർക്ക് ആവുന്നതിന് നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം AC ഇട്ട് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാൻ പറ്റും. AC ഇട്ടുന്ന സമയത്ത് ഫാൻ വർക്കാണ്. AC വർക്കിംഗ് കണ്ടീഷനുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ AC ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫാൻ വർക്കാവും. അപ്പം AC ഓൺ ചെയ്തിട്ട് ഫാൻ വർക്കാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ ഏതെങ്കിലും ടൂൾസ് കൊണ്ട് ഈ ഫാൻ മോട്ടർ വരുന്ന ഭാഗത്ത് 2 തട്ട് കൊടുത്ത് നോക്കണം. ആ തട്ട് കൊടുക്കുന്ന സമയത്ത് ഫാൻ മോട്ടർ വർക്കാവില്ലേ നോക്കണം. വർക്കാവണമെന്നുണ്ടെങ്കിൽ അത് ഫാൻ മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ബ്രഷ് ഏകദേശം തീരാറായിരിക്കുമ്പോഴാണ് ഇങ്ങനെ തട്ടുമ്പം ഫാൻ വർക്കാവുന്നത്. അപ്പോൾ തട്ടിയിട്ട് ഫാൻ വർക്കാവില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ ചെക്ക് ചെയ്യണം. ഇതാണ് അതിൻ്റെ കണക്ഷൻ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഊരിയിട്ട് ഇതിൻ്റെ 2 കപ്ലർ വരും. ഈ കപ്ലറിൽ ഒന്നിൽ മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ നമ്മളെ പ്രസ് ബൾബ് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ലാമ്പ് ഉണ്ടെങ്കിൽ ടെസ്റ്റ് ലാമ്പ് വെച്ചിട്ട് ഇതിൻ്റെ 2 ലൈനിനും കണക്ഷൻ വന്നിട്ടാന്ന് നോക്കണം. അപ്പോൾ കണക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ വേറെ ഇലക്ട്രിക്കൽ ലൈൻസിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. ഫാൻ മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫാൻ മോട്ടർ മാറിയാൽ ഇതിൽ കണക്ഷൻ വരണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂസും റിലേ ഒക്കെയാണ്. ഫ്യൂസ് റിലേ ഓരോ വണ്ടികൾക്കും ഓരോ അടുത്താണ് വരുന്നത്. അപ്പോൾ മാരുതിയുടെ വണ്ടിയും ഹുണ്ടായുടെ വണ്ടി അതിനൊക്കെ വരുന്നത് ഈ ഭാഗത്ത് എഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഫ്യൂസ് ബോക്സ് കാണും. അപ്പോൾ അത് തുറന്നതിന് ശേഷം അതിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കവർ അഴിച്ച് നോക്കുമ്പോഴത്തേക്ക് കവറിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഫ്യൂസ് ഇന്ന പാർട്സിൻ്റെ ഫ്യൂസ് ഇതിൻ്റെ റിലേ എന്നൊക്കെ എഴുതിയിരിക്കും. അപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ഫ്യൂസായിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കതറിയാൻ പറ്റും. ഇപ്പോൾ ഫാൻ മോട്ടറിൻ്റെ ഫ്യൂസ് പോയിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്യൂസ് മാറ്റി കഴിഞ്ഞിട്ട് ഇതേപോലെ ഇതിൽ കണക്ഷൻ വന്നാൽ ചെക്ക് ചെയ്യണം. അപ്പോൾ കണക്ഷൻ വരാണെന്നുണ്ടെങ്കിൽ ആ ഫ്യൂസാണ് പോയിരിക്കുന്നത്. ഫ്യൂസ് മാറി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് മാറും. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂളൻ ലീക്ക് കൊണ്ടും ഓവർ ഹീറ്റ് വരാം. അപ്പോൾ കൂളൻ ലീക്ക് വരാൻ ഒരു 5-6 കാരണങ്ങൾ അതിനും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഫാൻ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫാൻ മോട്ടർ കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചെടുത്തതിന് ശേഷം ബ്രഷിൻ്റെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ ബ്രഷ് മാത്രമായിട്ട് മാറാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫാൻ മോട്ടറിൻ്റെ മോട്ടർ മാത്രമായിട്ട് കിട്ടും. അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഷൗഡ് അസംബ്ലി എന്ന് പറയും. റേഡിയേറ്ററിൻ്റെ ഷൗഡ് അസംബ്ലി ഫാന് ലീഫ് പിന്നെ മോട്ടർ പിന്നെ ഈ ഒരു കേസ് ഈ ഒരു പീസ് ഇത് ഷൗഡ് എന്ന് പറയും. ഇത്ര സാധനമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് മാറാൻ പറ്റും.